നമസ്കാരം, റിയൽ ന്യൂസ്. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സുനയനം 2025 എന്ന പേരിലുള്ള പ്രമേഹ അന്ധത നിവാരണ പദ്ധതിക്ക് തുടക്കമായി. പ്രമേഹ രോഗങ്ങളാലും മറ്റു രോഗങ്ങളാലും കണ്ണിൽ വരുന്ന അസുഖം മനസ്സിലാക്കി ആരംഭ ദിശയിൽ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഉള്ളിയേരി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു. ഉള്ളിയേരി പഞ്ചായത്ത് പരിധിയിൽ അന്ധതയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അവർ പറഞ്ഞു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. സുനയനം പദ്ധതിയുടെ ഭാഗമായി വാർഡ് തലത്തിലും ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതാണ്. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സുനയനം 2025 എന്ന പേരിലുള്ള പ്രമേഹ അന്ധത നിവാരണ പദ്ധതിക്കാണ് തുടക്കമായിരിക്കുന്നത്. പ്രമേഹ രോഗങ്ങളാലും മറ്റു രോഗങ്ങളാലും കണ്ണിൽ വരുന്ന അസുഖം മനസ്സിലാക്കി ആരംഭ ദിശയിൽ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വെക്കുന്നത്. ഉള്ളിയേരി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്കൂടെ പകർന്നു കൊടുത്തുകൊണ്ട് നമുക്കൊരു അന്ധത നിവാരണ പദ്ധതി എന്നുള്ള രൂപത്തിലാണ് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. സുനയനം 2025 നമ്മൾ അതിന് പേരിട്ടിട്ടുള്ളത്. നമ്മൾ ഓരോ ഗ്രാമസഭകളിലും വെച്ച് നടത്താമെന്നായിരുന്നു ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്രാമസഭകളൊക്കെ തന്നെ ഒരു ദിവസം 3, 4, 5 എണ്ണം ഒരുമിച്ച് നടത്തി നമ്മുടെ പദ്ധതി പ്രവർത്തനം സ്പീഡാക്കി പോവേണ്ടത് കൊണ്ട് നടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിപുലമായിട്ടുള്ള യോഗങ്ങൾ നമുക്ക് എല്ലാ വാർഡ് തലത്തിലും സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഉള്ളിയേരി പഞ്ചായത്ത് പരിധിയിൽ അന്ധതയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായി കൃത്യമായ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. സുനയനം 2025 പദ്ധതിയുടെ തുടർച്ചയെന്നോ വാർഡ് തല ക്ലാസുകളും കണ്ണിൻ്റെ സമ്പൂർണ്ണ പരിശോധനകളും അതോടൊപ്പം പ്രമേഹ രക്തപരിശോധന, ബ്ലഡ് പ്രഷർ തുടങ്ങി വിവിധ ചെക്കപ്പുകളും മരുന്ന് വിതരണവും ക്യാമ്പ് സ്ഥലത്ത് വെച്ച് തന്നെ സൗജന്യമായി നടത്തുന്നതാണ്. മലബാർ മെഡിക്കൽ കോളേജ് നേത്ര വിഭാഗം HOD പ്രൊഫസർ ഡോക്ടർ KV രാജു, പാരാമെഡിക്കൽ പ്രിൻസിപ്പൽ ജ്യോതി തോമസ് എന്നിവർ അന്ധത ബോധവൽക്കരണ ക്ലാസ് വീഡിയോ പ്രദർശനത്തിലൂടെ നടത്തി. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകാനൊരു അവസരം ഒരുക്കാനുള്ള ഒരു ചർച്ച, അതിൽ എന്താണത്, എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കി തന്ന ഇതിന്റെ ഭാരവാഹികളായ എല്ലാവരെയും ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. പ്രായമുള്ള എല്ലായിടത്തും അവരുടെ ആവശ്യമായതുകൊണ്ട് അവര് കോപ്പറേറ്റ് ചെയ്തോളും. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, അവരുടെ ആവശ്യമാണ് അവരൊരിക്കലും അത് കൺസിഡർ ചെയ്യില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരെ നമ്മൾ വലിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ കളിക്കാനുള്ള സമയം പോകുന്ന ആ ഒരു രീതിയിലേ അവർ ചിന്തിക്കുള്ളൂ. നേത്രവിഭാഗം അസിസ്റ്റന്റ് മാനേജർ KP അനുരഞ്ജ് പദ്ധതി വിശദീകരണം നടത്തി. കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത ദിവസത്തേക്ക് അത് മാറ്റേണ്ടി വരും. 40 പേരെ നമുക്ക് അന്ന് ഫുള്ള് കണ്ണിലെ പരിശോധിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ക്യാമ്പ് സ്ഥലത്ത് തന്നെ നമ്മൾ കൊടുക്കും. ബ്ലഡ് കോട്ടിംഗ് ആയിട്ട് ഒക്കെ വരുന്ന കേസുകളാണ്. സാറ് പറഞ്ഞില്ല, ഈ അവസാന സ്റ്റേജിലേക്ക് വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാണുന്നത്. അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ മുന്നേ അറിഞ്ഞിട്ട് അവർക്കുള്ള ചികിത്സകൾ നമ്മൾ പ്രാധാന്യം ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഉദ്ഘാടന ചടങ്ങിൽ ചന്ദ്രിക പൂമഠത്തിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ബീന, മലബാർ മെഡിക്കൽ കോളേജ് AGM ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ KR അശ്വിൻ, EK ഷാലു തുടങ്ങിയവർ പങ്കെടുത്തു. 100ഓളം പേരാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.